മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്വിക്ക് മാച്ച്. നമ്മൾ ഓൺലൈൻ ക്വിക്ക് മാച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവൻ്റെ ടീമിനോടാണ് റൊണാൾഡീനിയോ പേക്കടിച്ചുകൊണ്ട് റൊണാൾഡീനിയോട് അതിസ്മരണീയ ഷോട്ട് പുറത്തേക്ക്. എനിക്ക് തോന്നുന്നു സാറാണ് അവിടെ വിസിലൂതുണ്ട്. ഞാൻ കേട്ടാ ഹി 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 എന്ന് പറഞ്ഞു വിസിലൂടുന്നു. ഫോർലാൻ ഡീപൂൾ എടാ ഫോർലാൻ കൊണ്ട് ടാക്കിളിൻ്റെ കിങ് ആയിരുന്നു നമ്മളെ ടീമത്തെ. എന്നിട്ട് ഇപ്പം എന്താണ് കാണിക്കണ്ടത്? എടാ ഓടിപ്പോയി ആരെങ്കിലും ആ ബോൾ എടുക്ക്. ഇവരൊക്കെ അപ്പുറത്തെ കിലോമീറ്ററിൽ എനിക്ക് പാസ് ചെയ്തെന്നും പറഞ്ഞിട്ട്. മുള്ളർ, തോമസ് മുള്ളർ, റൊണാൾഡോ കറിച്ചു. ഓഫ് സൈഡ്, അല്ലെങ്കിൽ അത് ഗോളല്ല. എവിടെ നോക്കിയാലും ഇങ്ങനെ ഓഫ് സൈഡ് തന്നെയാണ്. ഓനെ കൊണ്ടുപോയി അടുപ്പിച്ചാൽ മതിയായിരുന്നു പ്രശ്നം. ആ റൊണാൾഡോൻ്റെ മുടി കിടന്ന് ആടണം നോക്കിയേ. സുന്ദരമായിട്ടുള്ള നമ്മളെ ടീമത്തെ ഒരേ ഒരു പ്ലെയറുള്ളൂ, അത് ഈ ഐക്കോൺസാണ്. സിദാനും പിന്നെ റൊണാൾഡീനെയും. ഐക്കോണാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെളുത്തിട്ട് നല്ല സുഖമാണ്. സിദാനിപ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ കോച്ചൊക്കെ ഉണ്ട് ഗൈസ്. റൊണാൾഡീനോ ഇപ്പോൾ എവിടെയാണ് എന്താ ജോലി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഗ്രീലിഷ് ഗൈസ്, അത് ഇവരൊക്കെ എന്താ ഒറ്റയ്ക്ക് ഷോട്ട് അടിക്കാൻ നോക്കുന്നത്? നമ്മളിനി ഒന്നും ചെയ്യൂല, ഇവർ ഓട്ടോമാറ്റിക് കളിക്കട്ടെ. മനസ്സിലായില്ല? ഓട്ടോമാറ്റിക്കാന്ന്. ഇവർ കളിക്കട്ടെ, നമുക്ക് വെറും കമൻട്രി. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് സ്വന്തം കളിച്ച് ജയിക്കണം, അല്ലാണ്ട് എനിക്ക് ഓട്ടോമാറ്റിക് ഒന്ന് ജയിക്കാനൊന്നും ആഗ്രഹമില്ല. പ്ലീസ് പ്ലീസ് മര്യാദയ്ക്കൊരു പാസ് കൊടുക്ക് സിദാൻ ത്രൂ റൊണാൾഡീനിയോയുടെ സ്കിൽ, റൊണാൾഡീനിയോയുടെ അതിസ്മരണീയ സ്കിൽ ആൻഡ് എ ഷോട്ട്. റൊണാൾഡീനിയോ വെറുതെ കമൻറ്റ് അടിച്ചിട്ട് കാര്യമില്ല. മരിയോണോ ഇവൻ ഇംഗ്ലണ്ടിലത്തെ ഒരു മനുഷ്യനാണ് തോന്നുന്നുണ്ട്. ഇംഗ്ലണ്ടിലത്തെ ക്ലബിൻ്റെയൊക്കെ ഇതൊക്കെ ഇട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ്, സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഗൈസ്. ഈസ്റ്റ് ബംഗാളിനോടുള്ള കളി കണ്ടിട്ടുണ്ടോ? ഡെയ്സുഗി സഗായും പിന്നെ ഡിമിക്രിയോസും ഗോളടിച്ച് 2-1. സച്ചിൻ സുരേഷിൻ്റെ 2 പെനാൾട്ടി സേവ്, ഓഫ് സൈഡ് 2 പെനാൾട്ടി സേവ്. ആ ഒരു കളി എന്തായാലും പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു കളി. ഏതായാലും നമുക്ക് വീണ്ടും തുടങ്ങാം. വീണ്ടും എന്തിനാ തുടങ്ങാം? ഹാഫ് ടൈം കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? ഇത്ര പെട്ടെന്ന് ഹാഫ് ടൈം കഴിഞ്ഞു. റൊണാൾഡീനിയോ ഗറിച്ച ഗോൾ. എൻ്റെ പൊന്നെ, ഇതാണ് പറഞ്ഞത് റൊണാൾഡീനിയോൻ്റെ പവർ ഷൂട്ടൊക്കെ. അവൻ്റെ ഡാൻസ് കണ്ടോളി, കാലെടുത്ത് ബേക്കിലോട്ട് ടും. സിദാനും പിന്നെ മുള്ളറും കണ്ടോ? ഇവർ 3 പേരാണ് മുമ്പിലുള്ളത്. ആ ഗോള് ഈ പൊട്ടന് അവിടെ മറ്റേ വലിയ സ്കില്ലൊക്കെ കാണിച്ച് നിൽക്കുന്നു, അങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ വിചാരിച്ചിട്ട്. എന്നിട്ട് നോക്ക് സിദാൻ ഐക്കോൺസിൻ്റെ പൊളി കളി. ഡെയ്സി ഐക്കോണാണ് ഗൈസ്. പുള്ളിനെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 minute വെയിറ്റ് പ്ലീസ്. ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ എടുത്ത് പൊക്കണ CB കണ്ടോ? ഓനൊരു സെൻറ്റർ ബാക്ക്, ഓനൊരു ഐക്കോണാണ്. ഓനാണ് ഇപ്പം പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, അതൊരു ഓഫ് സൈഡായി. എങ്ങനെ ഇത് നടക്കൂല, എനിക്കിഷ്ടമല്ല ഗൈസ് ഇങ്ങനെ ഇപ്പം ഓഫ് സൈഡ് ആയിട്ട്. മരീക്കുള്ള പാസ്, സിദാൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലും എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ്, ഞാൻ ഒരു വെറും പാവാണ്. എന്നെ ഈ കളിക്കുന്നവരൊക്കെ വിടുക, ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണം ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ്. എനിക്ക് വളരെ കുറവാണ്, എൻ്റെ ഒരു വീഡിയോ പോലും റിച്ച് ആവണില്ല.
ഞാൻ അത്ര വലിയ പാവ ചെയ്തു നിങ്ങളോട്. ഇതൊന്നും ആവാണ്ടിരിക്കുക. ഗോൾ അടിക്കും. മറ്റവരൊക്കെ ഏതെങ്കിലും ഒരു വീടിട്ട് ഞങ്ങൾ ഓല പുറകെന്തിനെ കാണാൻ പോകുന്നുണ്ട് ഗൈസ്. ഞാനൊരു പാവാണ്. എൻ്റെ വല്ല വീഡിയോ കാണാൻ വാ. ലൈക്ക് സീരിയസ് ഗൈസ്. ഡിപൂൾ ഓക്കെ പ്ലീസ്. ഓക്കെ ഫോർലാൻ. ഞാൻ പറഞ്ഞില്ല അവൻ ടാക്കിളിൻ്റെ കിങ്ങാണ് ഫോർലാൻ. മാറി നിൽക്കുക. എനിക്ക് തന്നെ എപ്പോഴും പാസ്സൊന്നും വരാൻ പോണില്ല. അത് പോസൈഡാവും പാസ് എന്നാ ആണ് ഞാൻ ഇവനെ കൊണ്ട് തന്നെ അടിക്കുന്നുണ്ട് ഗോൾ. 82 ആ ഒരു ഹാഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ഗോളിൻ്റെ പൂരായി എന്ന് വേണമെങ്കിൽ പറയാം. 3 ഗോളാണ് ഗൈസ് ഹാഫ് ടൈമിന് ശേഷം അടിച്ചേ. സച്ചിൻ സുരേഷ് 2 സേവ്. അതേപോലെ ഒഡീഷയോട് 2-1 ജയിച്ചില്ല. ആ കളിക്ക് സച്ചിൻ സുരേഷിൻ്റെ ഒരു മൗറീഷ്യസിൻ്റെ ഒരു പെനാൾട്ടി സേവ് ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത് സച്ചിൻ സുരേഷ്. നിങ്ങൾ ഏത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് പ്ലെയറിൻ്റെ ഫാനാന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. മിക്കവാറും എല്ലാവരും ലൂണാൻ്റെയോ അല്ല ഡിമിക്രിയോസിൻ്റെ ഇരിക്കും. സഹലിനൊന്നും പറഞ്ഞു വരരുത് പ്ലീസ്. സഹലൊക്കെ ടീം മാറി ATKയിലൊക്കെ വലിയ ഗമയിൽ പോയിട്ടുണ്ട്. ആണ് എനിക്കിഷ്ടമില്ലാത്ത. നല്ല സ്വീകരണമൊക്കെ തന്നെയാണ് കൊടുത്തത്. എന്നിട്ട് മറ്റൊന്ന് നോക്കിയാൽ എൻ്റെ മേത്ത് പുള്ളി ചളിയായി. ഗ്രീലിഷ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓനെക്കുറിച്ചൊന്നും പറയില്ല. എനിക്കിഷ്ടമുള്ള ഒരു ഡെയ്സുഗി സക്കായി ആണെങ്കിൽ ഡെയ്സുഗി സക്കായി അങ്ങനെ ഇഷ്ടം. ഓക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നു. നമ്മളിത് ജയിച്ച പ്രോ ആവും ഗൈസ്. പ്രോ. ഞാൻ പണ്ടേ ഒരു പ്രോയാണ്. ഇപ്പം കൂടെ ഒരു പ്രോയും കൂടെ അയക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യും. പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. വേറെ വല്ല ഗെയിമോ കളിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ ഗൈസ്. ഏതായാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ ഗൈസ്. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഓക്കെ ജംസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ ഈ ഡയമണ്ടിനെ കിട്ടിയിട്ട് ഞാനെന്ത് ഉണ്ട ചെയ്യാനാ? ഒരു 100, 200, 300 എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ. ഞാൻ മാർക്കറ്റ് എന്തുകൊണ്ട് നോക്കിയില്ല? എനിക്കൊരു അടിപൊളി ഗോൾ കീപ്പറിനെ വേണം പ്ലീസ്. ഗോൾ കീപ്പർ. സെർച്ച്. നോ പ്ലേയേഴ്സ് ആർ ഫൗണ്ട്. വാട്ട്? GK. ഞാൻ ഈ GK അല്ല ഉദ്ദേശിച്ചേ. ഗോൾ കീപ്പറിന് വെച്ച് നോക്കാം. ബെൻസീമൊക്കെ വലിയ ഷോർ ഉണ്ട് കേട്ടോ. അവനക്ക് വലിയ കാർഡൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് അലിത്താടിൽ പോയിട്ട് വലിയ ഷോർക്ക് ഉണ്ട്. ഗോൾ കീപ്പർ. ഓക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഗോൾ കീപ്പർ. വാട്ട്? ഇത് ഗോൾ കീപ്പർ പോലില്ല. എന്താണ് ഈ ഗെയിം പറയണത്? സത്യം പറഞ്ഞാൽ ഞാൻ ഫിഫ കളിക്കൂല. അങ്ങനെ പോയിട്ടുണ്ടേൽ എനിക്കിങ്ങനെ കോയിൻ കിട്ടി ഞാൻ പച്ചാവും ഗൈസ്. മിക്കവാറും ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ കോയിൻ കിട്ടി ചാവും. ഓക്കെ ഞാൻ ഡയമണ്ട് കൊടുത്തിട്ട് ഒരിത് വാങ്ങാൻ പോവാണ്. ഡയമണ്ട് കൊടുത്തിട്ട് ഞാൻ അത് വാങ്ങാൻ പോവാണ് ഗൈസ്. 85 ടു ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറഞ്ഞ കേസ് ഏതായാലും പ്ലെയർ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇല്ല കാര്യം പറഞ്ഞേക്ക്. എനിക്ക് ഇവരൊക്കെ കിട്ടി വെറുതെ കോയിൻ കളഞ്ഞ്. ഇതിപ്പോൾ എന്താക്കണം? എന്തോ 10 പർച്ചേസ് ചെയ്യാൻ. എനിക്ക് വട്ടല്ലേ കയറുന്നു പർച്ചേസ് ചെയ്യാൻ. അല്ല ഓക്കെ പ്ലീസ്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ഫ്രീ ഉണ്ട്. ആ ഫ്രീ ഏതായാലും ഞാൻ എല്ലാം ഫ്രീയും തുറക്കും. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ ഇതെന്താ പറഞ്ഞത്? നല്ല പ്ലേസിനൊക്കെ കിട്ടും ഗൈസ്. ഏതായാലും ഇതൊക്കെ നമ്മൾ മേടിച്ച് ഇതൊക്കെ നമ്മൾ ഇതിലില്ലേ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ഓരോന്നൊക്കെയാണ്. ഓക്കെ നമുക്ക് ഏതായാലും
ഗൈസ്. ലൈക്ക് എനിക്കിത് 89 ഉള്ളൂ. എനിക്കിത് 89 ഉള്ള 400. എനിക്ക് 89 ഉള്ളു ഗൈസ്. എന്ത് പറയാൻ, 80 തൊട്ടുള്ള 94 വരെയുള്ള പ്ലെയേഴ്സിനെ കിട്ടും. പക്ഷെ എനിക്കിത് 89 വരെ ഉള്ളൂ. പിന്നെ ഞാൻ എന്താക്കാനാ? എനിക്ക് ക്വസ്റ്റ് ഒരു കളിയില്ല പറയണ പോലെ ആയിക്കൊണ്ട്. ഡെയിലി പോയിൻ്റ് അല്ല കൈസ്, അത് ഓൾറെഡി അത് സ്റ്റാർ പാസ് പോയിൻ്റ് ആണ്. എനിക്കെന്തോ ഇതെന്താ ചാൻസ് 70 to 88. അതിലേതെങ്കിലും ഒരു പ്ലെയറിനെ കിട്ടാനാണ് ചാൻസ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. മൈസ്ട്രീസിൽ പോയപ്പോൾ എന്താണ് കിട്ടുന്നുണ്ട്? നമ്മളിതൊക്കെ മേടിച്ച് ഇനി 12 മണിക്കൂറും കൂടെ കഴിയണം എനിക്ക് ഇവരെ രണ്ടാളി കിട്ടാൻ. ഞാൻ ഇപ്പോൾ ഒരു ഷോട്ട് ഇട്ടിട്ടും ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വട്ടാണോ ഗൈസ്? ചാലഞ്ച് മൂഡ് എനിക്ക് ഗൈസ്. നമുക്കൊരു വെസസ് അറ്റാക്ക് കളിക്കുക ഗൈസ്. ഇതൊരു പുതിയ ഇതാണ് ഗൈസ്. സാധാരണ ഫിഫയിലൊന്നും ഉണ്ടാവാത്തൊരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. മൊബൈലിലൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ അനിയനൊക്കെ അത് എപ്പോഴും കളിക്കുന്നുണ്ട്, ഫിഫ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം. അവരെന്നെ കമ്പ്യൂട്ടറിൽ കളിക്കാൻ ഞാൻ മോനോട് പറയും ഗൈസ്. കാരണം കമ്പ്യൂട്ടറിൽ കളിക്കണു, മൊബൈലിൽ കളിക്കാണ്ട് എന്നെപ്പോലെ. ഇതാണ് വെസസ് അറ്റാക്ക്. സെൻറ്ററിലൊന്നും ടച്ച് ഇറക്കണ്ട, ഓൽക്കും ഇതേപോലത്തെ ഓരോ ചാൻസ് കിട്ടും, എനിക്കും ചാൻസ് കിട്ടും. ആ ചാൻസിൽ കൊണ്ടുപോയി ഗോൾ അടിക്കണം. ഇതാണ് ഈ ഒരു ഇതിൻ്റെ ചാൻസ് ഗൈസ്. പിന്നെ എൻ്റെ ഒരു ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. സ്റ്റോറിയോ ആണ്, ഞാൻ കാണിച്ചു തരാം. ഓൺ ദ അറ്റാക്ക് ഇങ്ങനെ കൊണ്ടുപോയി അടിക്കണം. ഓൻ ഗോൾ അടിച്ചാൽ ഗോൾ അടിച്ച് കാണും. ഓക്കെ, ഫസ്റ്റ് ഗോൾ ഉണ്ടോ ഞാൻ അടിച്ചു. അങ്ങനെ ഈ 1 മിനിറ്റ് 12 സെക്കൻഡ് കഴിയുന്ന വരെ നമുക്ക് ഇങ്ങനെ കളിക്കാം കേട്ടോ. എത്ര ഗോൾ അടിക്കുന്നു അത്രയും ഗോൾ അടിക്കുക. ഗ്രേറ്റ് ചാൻസ്. ഓക്കെ, 3 ഗോൾ അടിച്ചു ഞാൻ. ഓന് ഒരു മുട്ട 4 ഗോൾ ഞാൻ അടിച്ചു. അങ്ങനെ ഇതാണ്ട് ഇവിടെ 56 സെക്കൻഡ് എഴുതിയതുണ്ട് ഓരോരോ സ്കോർ ബോർഡിൻ്റെ അവിടെ. അത്രയും സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ കളിക്കാം. കുറേ ചാൻസ് കിട്ടും. ആ ചാൻസിലൊക്കെ ഗോൾ അടിക്കണം. മിസ്സാക്കിയാൽ വീണ്ടും ചാൻസ് കിട്ടും. ആ അത്രയും സെക്കൻഡിൽ എത്ര ചാൻസ് കിട്ടാൻ പറ്റുമോ അത്രയും ചാൻസ് കിട്ടും. അങ്ങനെയാണ് സംഭവം. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം കളിച്ചപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് നിയമമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ സെൻറ്ററിലേക്കൊക്കെ കൊണ്ടുപോയി ടച്ച് ഇടാനൊക്കെ നോക്കി. പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് കളിക്കാമെന്നൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനത്തെ ഇത് എങ്ങനെ കളിക്കാമെന്നുള്ള റൂൾസൊക്കെ കിട്ടിയത് കേട്ടോ. ഓക്കെ നമുക്കൊരു കളിയും കൂടെ കളിച്ച് നോക്കാം കേട്ടോ. ഗ്രീലിഷ് 9-1 ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ. ഇനി 4 സെക്കൻഡ്, ഇനി 2 സെക്കൻഡിനുള്ളിൽ എത്ര ചാൻസ് കിട്ടാവോ അത്രയും ചാൻസ് കിട്ടും. ഓക്കെ, കളി കഴിഞ്ഞു. കണ്ടോ ഇങ്ങനെ ഓൻ്റെ ഡ്രീം എന്ന് പറഞ്ഞൊരുത്തനാണ് ഗോൾ അടിച്ചത്. ഓക്കെ, അങ്ങനെ വെസസ് അറ്റാക്ക് കഴിഞ്ഞു. നമുക്കൊരു കളിയും കൂടെ ജസ്റ്റ് കളിക്കാം കേട്ടോ. ഓക്കെ, ആംറ്റർ 2 ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഓക്കെ, ഒരു കളിയും കൂടെ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം നമുക്ക് എന്താ സംഭവിക്കാമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ കളി നമ്മൾ തോൽക്കും, അടിപൊളി പ്ലെയറാണ്. ഒന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, നമുക്ക് ഇതുണ്ടോ ഗ്രേറ്റ് ചാൻസ്, ഗുഡ് ചാൻസ്. ഇവന് ബേസിക് ചാൻസ് ആണ് കേട്ടോ ഗൈസ്. ഇവൻ തന്നെയല്ലേ നമ്മളോട് നേരത്തെ ഏറ്റുമുട്ടാൻ വന്നത്, എന്നിട്ട് നമ്മളോട് തൊപ്പിയിട്ട് പോയത്. അത് ഇവൻ തന്നെയല്ലേ? ലൈക്ക് സീരിയസ് ഗൈസ്, ഇവന് ഇപ്പോഴും ഇത് തന്നെയാണ് പണി തോന്നുന്നുണ്ട് എന്നെ പോലെ. ഇതെടുക്കുക, കളിക്കുക. ഇവൻ തന്നെയാണ് ഗൈസ് എന്നോട് കളിക്കാനും വന്നത്. എൻ്റെ പൊന്നെ, ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ നേരത്തെ കളിക്കാൻ വന്ന് ഇപ്പോൾ വെസസ് അറ്റാക്ക് കളിക്കാൻ വരുന്നത്. നേരത്തെ ഹെഡ് ടു ഹെഡ് കളിച്ച്. ഓൺലൈൻ മാത്സാണ് ഗൈസ്. ഇതിൽ ഫോർവേഡ് അടിച്ച് പോവാൻ കഴിയൂല, ബാക്ക് അടിച്ച് പോവാൻ അതിൽ കഴിയൂല ഗൈസ്. ഇത് ഓൺലൈൻ മാത്സാണ്. പെസ്സത്തെ പോലെ നല്ലത് ഗൈസ്. അങ്ങനെ അടിച്ചു പോകാൻ പറ്റില്ല. അതുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഫോർവേഡിനുള്ള ഓപ്ഷൻ ഒന്നുമില്ല ഗൈസ്. എക്സിറ്റ് ഗെയിം ഉണ്ടോ, ഇവിടെ ബട്ടൺ ഇല്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ബട്ടൺ ഉണ്ട്. ആണ് പറഞ്ഞത്. ഗ്രീലിഷ് പ്ലേ സ്കോർമാൻ.
ഗൈസ് കണ്ടോ, നമ്മൾ നല്ല പ്ലെയർ ആണെങ്കിൽ നമുക്ക് നല്ല പൊസിഷനൊക്കെ കിട്ടും. നമ്മൾ ഒരു ചാൻസും മിസ്സാക്കുന്നില്ല. നേരത്തെ കളിക്ക് 2 ചാൻസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ചാൻസും ഞാൻ മിസ്സാക്കാണ്ട് കളിക്കുന്നു. നേരത്തെ ഞാൻ 9 ഗോൾ, ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ 9-നേക്കാട്ടും കൂടുതൽ ഗോൾ അടിക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 9-നേക്കാട്ടും കൂടുതൽ ഗോൾ അടിക്കുന്നു. എടാ സമയമില്ലൊന്ന് വേഗം അടിക്കും. ഞാൻ ഇവിടെ ബെറ്റ് വെച്ചിരിക്കുക ഓലോടി. ഓക്കെ അടിച്ച് 7, 8, 9. ഇനി 2 ഗോളും കൂടെ മതി. 19 സെക്കൻഡ് ഉണ്ട്. ഓക്കെ ഇതിപ്പോൾ ഞാൻ ജയിക്കുന്നതാണ് തോന്നുന്നു. ഇനി ഇത് 2 ഗോൾ അടിച്ചേ പറ്റൂ. സീനായി. യെസ്, 1 ഗോൾ. ഇനി 1 ഗോളും കൂടെ അടിച്ചാൽ മതി പ്ലീസ്. ബേക്ക് വലി സ്കോർ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല 9 ഗോൾ അടിച്ച്. ഞാൻ ബെറ്റ് വെച്ച പോലെ തന്നെ ചെയ്യുകയും ചെയ്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് ഗെയിം കളിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഉണ്ടെങ്കിൽ അത് പറയൂ. പറ്റുവാണെങ്കിൽ ഞാൻ കളിക്കാം ഗൈസ്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ 1, 2 എന്നൊക്കെ ഉള്ള അത് അടിപൊളിയായിട്ട് കളിക്കുന്നവരെ പേരുകളാണ്. 10 പേരാണ്. ഫുൾ ബേർഡ് എന്ന് അടിച്ചാൽ എല്ലാവരും കാണാം. ഞാൻ ലീഗിലൊന്നുമില്ല ഗൈസ്, ഇവനെ പോലെ. എൻ്റെ പൊന്നെ, ഞാൻ എത്ര സ്ഥാനത്താ? എനിക്ക് 74,000 ഫാൻസാണ് ഗൈസ്. എനിക്ക് ഓവർ 95. ഓക്കെ, എനിക്ക് 82 ഉള്ളു ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പാവാണ്. അംറ്ററിലുള്ളവർ ഞാനപ്പോൾ എത്ര സ്ഥാനത്താണ് അംറ്ററിൽ? അപ്പം ഞാൻ എത്ര സ്ഥാനത്താണ്? ഇവരൊക്കെ തന്നെയാണോ? അപ്പം ഞാൻ ഇത്ര സ്ഥാനത്താണ്. ഓക്കെ ഞാൻ 4000 എത്ര സ്ഥാനത്താണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ പേരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്ക് കോടിക്കണക്കിന് പേരാണ് ഈ ഒരു ഗെയിം കളിക്കുക ഗൈസ്. അതുകൊണ്ട് തന്നെ 2000 സ്ഥാനത്താണ്. അതൊക്കെ വലിയ കാര്യമാണ്. പറഞ്ഞു നിൽക്കുന്നില്ല. ക്വസ്റ്റിലെ ഒരു റിവാർഡും കൂടെ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ ലെവൽ ഒക്കെ മാറിയിട്ടുണ്ട്. എന്ത് പറയണേ, മൊത്തത്തിൽ റിവാർഡിൻ്റെ പൊടിപൂരാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാനേജർ മൂഡ് അൺലോക്ക്. യെസ് ഞാൻ കാലങ്ങളായി ഗൈസ് ഞാൻ കാത്തിരിക്കുന്നു ഈ മാനേജർ മൂഡിന് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ, ഞാൻ കാലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പൊന്നെ, മാനേജർ മൂടാണ് വന്നിട്ടുണ്ട്. അയ്യോ, ഇത് അപ്പോൾ കൺട്രോൾ ഈ സൈഡിൽ കൂടെ കയറി അപ്ലൈ മതി. അപ്പം നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാനേജർ മൂഡ് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ ഒരു ഇത് മാത്രം നമ്മൾക്ക് ഇത് രണ്ടും വാങ്ങിയിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യും മാനേജർ മൂഡ് വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ നിങ്ങൾ ആര് കമൻറ്റ് ചെയ്തോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കുവാണ്. എൻ്റെ വ്യൂസിനൊക്കെ വേണ്ടി ഇതൊക്കെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ ഗൈസ്. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ സമയം കളഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പം ബൈ.